അവസാന ഗതികെട്ട് ട്രംപും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സമാധാന കരാർ പാലിച്ചില്ലെങ്കിൽ ഹമാസിനെ വീണ്ടും ആക്രമിക്കുമെന്ന്. എന്താണ്, ഹമാസ് വീണ്ടും അഹങ്കാരം വർദ്ധിച്ചു? ഇപ്പോൾ കുറച്ച് സമാധാന കരാറെല്ലാം വന്നപ്പോൾ അവിടെ കിടന്ന് വീണ്ടും വിളയാട്ടമാണല്ലോ. വാസ്തവത്തിൽ ഹമാസ് എന്ന് പറയുന്നത് കൊടും ചതിയന്മാരും ദുഷ്ടന്മാരും ചെറ്റകളുമാണ്. അവരുമായിട്ട് കരാറിന് പോയാൽ എനിക്ക് അപ്പം തന്നെ അറിയാം അവർ കരാർ ലംഘിക്കും. ലംഘിക്കുന്നതിൽ പാലിക്കുന്ന ആൾക്കാരാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. പലസ്തീൻകാരല്ല ഹമാസ്. അവർക്ക് വേണ്ടിയാണ് നമ്മളിവിടെ കേരളത്തിൽ വരെ ഐക്യദാർഢ്യ ദിനം ആചരിച്ചത്. പലസ്തീൻകാർക്ക് വേണ്ടിയാണെങ്കിൽ അത് മനസ്സിലാക്കും. തീർച്ചയായിട്ടും മാന്യതയുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് പലസ്തീനും ഈജിപ്തും ഒക്കെ തന്നെ. പക്ഷേ ഹമാസ് അങ്ങനല്ല. പലസ്തീൻകാരിൽ നിന്ന് ഗസ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ എല്ലാ വൃത്തികേടുകളും കാണിക്കുന്ന ഒരു വിഭാഗമാണ് ഹമാസ് എന്ന് പറയുന്നത്. അതിനെ ഭൂമിയെ നരകമാക്കുന്നത്. അവർ സാധാരണഗതിക്ക് 2000 പേരെ കൊന്നു, പലരെയും ബലാത്സംഗം ചെയ്തു. ദുഷ്ടമായിട്ട് മനുഷ്യവംശത്തിന് തന്നെ നിരക്കാത്ത സാംസ്കാരിക ചുതിയിൽ അമ്മമാരുടെ മുമ്പിൽ വെച്ച് അവരുടെ മക്കളെ ബന്ദികളാക്കിയിട്ട് ബലാത്സംഗം ചെയ്യുക എന്നൊക്കെ പറയുന്ന ദുഷ്ടകൃത്യങ്ങളെന്ന് പറയുന്ന ഏതെങ്കിലും ഈശ്വരൻ പൊറുക്കുന്ന കാര്യമാണ്, അള്ളാഹു പൊറുക്കുന്ന കൃത്യമാണ്. അതെല്ലാം ചെയ്ത് കൂട്ടിക്കഴിച്ചും ലോകത്തിൻ്റെ സിമ്പതി പറ്റാൻ വേണ്ടി ഓരോ ഫോട്ടോകളായിട്ട് ഉണ്ടാക്കുക, സൃഷ്ടിക്കുക. അവരുടെ തന്നെ ആൾക്കാരെ കൊന്നിട്ട് സിമ്പതി കിട്ടാനായിട്ട് അവരെ മുൻനിരയിൽ നിർത്തി കണ്ടോ കൊല്ലുന്ന കണ്ടോ കൊല്ലുന്നേന്ന് പറഞ്ഞു. ഇതായിരുന്നു അവരുടെ യുദ്ധതന്ത്രം. തോറ്റു തുന്നം പാടിയപ്പോൾ ഇത് വെച്ച് പിടിച്ചു നിൽക്കാമെന്ന് വെച്ചാൽ എല്ലാം പരാജയപ്പെട്ടു. ഇസ്രായേൽ ഇതൊന്നും കണ്ടിട്ട് ഇസ്രായേലിന് മുട്ടുകുറച്ചില്ല. അത് അവർ തിരിച്ചടിച്ചു. അവസാനം നാശിച്ച് തോറ്റു തുന്നം പാടുമെന്ന് അറിഞ്ഞപ്പോഴാണ് കരാർ വന്നപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഒപ്പിടാമെന്നും പറഞ്ഞ് ഈജിപ്തിലെ ഷെയ്ഖിലേക്ക് പോയത്. അവിടെ ചെന്ന് ഒപ്പിട്ടതിൻ്റെ മഷി ഉണങ്ങും മുമ്പേ കരാർ അവിടെ ലംഘിച്ചു. കരാറിൽ പറഞ്ഞിരുന്നത് എന്താണ്? 20 പേര് ബാക്കി ജീവനോടുണ്ട്, 24 ശവങ്ങളുണ്ട്. ഇതെല്ലാം കൈമാറാം. സാധാരണഗതിയിൽ അതിൽ തന്നെ ഒരു കരാറിൽ തന്നെ ഒരു ചതിയുണ്ട്. സാധാരണ നിങ്ങൾ ബന്ദികളെ കൊണ്ടുപോകുന്നത് എന്തിനാ? ബന്ദികളെ കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ യുദ്ധ നിയമത്തിൻ്റെ ലംഘനമാണ്. നേരിട്ടുള്ള പോരാട്ടം, അത് ഒരു ഇഷ്യൂവിന് വേണ്ടിയുള്ള പോരാട്ടം. ജയിക്കുന്നവർ ജയിച്ചു. ബന്ദികളായി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. സൈനികരെ കൊണ്ടുപോയാൽ പോലും തിരിച്ചു കൊടുക്കണമെന്ന് അന്താരാഷ്ട്ര നിയമം, രാജ്യാന്തര യുദ്ധ നിയമം അങ്ങനെയാണ്. യുദ്ധത്തിനൊരു മാന്യതയുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ പോലും അത് പാലിച്ചിരുന്നു. പക്ഷേ ഇത് പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ബന്ദികളെ വധിക്കുക, ബന്ദികളെ വിലപേശാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. അത് ആദ്യം ചെയ്തു അവർ. നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഇവരെ ഞങ്ങൾ കൊല്ലും. അങ്ങനെയല്ല യുദ്ധം ചെയ്തിട്ടുണ്ട്. നേർക്ക് നേർ നിന്ന് പോരാടുക. ശക്തിമാനായിട്ടുള്ള രാഷ്ട്രം ജയിക്കും. അത് തന്നെയാണ് നടക്കുന്നത്. ഈ തോറ്റ രാഷ്ട്രത്തിന് വേണമെങ്കിൽ പരാതിയുമായിട്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകും. അതാണ് അതിൻ്റെ നിയമം. ഇന്ന അന്യായങ്ങൾ ചെയ്തിരിക്കുന്നു, അവർ ശക്തരായതുകൊണ്ട് ഞങ്ങളെ തോൽപ്പിച്ചിട്ട് ഇന്നത് ചെയ്തിരിക്കുന്നു, ഇത് അനീതിയാണ്. അങ്ങനെ പലരെയും വിചാരണ ചെയ്തിട്ടുണ്ട്. എത്രയോ പേരെ വിചാരണ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതല്ല ചെയ്തത്. അവർ ദുഷ്ടമായിട്ട് അവരുടെ ആ വിനോദമാണ് ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത്. വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ എന്ന് പറയുന്നത് പോലെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ വിനോദം. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പാവങ്ങളാണ് ഇരവാദം, അവരെ ആക്രമിക്കുകയാണ്, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ അവർ പാവങ്ങൾ. ഇവിടുത്തെ RSS ആണ് ഏറ്റവും ക്രൂരന്മാർ. അവരാണ് രാജ്യത്തുള്ള എല്ലാ അഹിന്ദുക്കളെയും കൊന്നു കൂട്ടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. പശുക്കളെ സംരക്ഷിക്കാൻ അവരൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്താ അധികാരം? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ തിന്നു. പശുക്കളെ ഞങ്ങൾക്ക് കൊല്ലാൻ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മൃഗങ്ങളെയും ഞങ്ങൾ തിന്നു. ഒരു മൃഗത്തിനെ കൊല്ലുന്നത് പോലും ദുഷ്ടപ്രവൃത്തിയാണ്. ഒരു മൃഗത്തിനെ കൊല്ലുന്നത് പോലും മഹാഭാവമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ പുതിയ സംസ്കാരം എന്ന് പറയുന്നത് വെജിറ്റേറിയനിസമാണ്. നമ്മുടെ കുടലെന്ന് പറയുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാർണിവോറസ് ആയിട്ടുള്ള മൃഗങ്ങൾക്ക് അത് കഴിക്കാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ശാഖാചംക്രമണം ചെയ്യാമെന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മനുഷ്യനെ തന്നെ കൊല്ലുമ്പോൾ അതൊരു ക്യാനിബാളിസ്റ്റിക് ടെൻഡൻസിയാണ്. എന്ന് പറഞ്ഞാൽ നരമാംസ ഭോജനം നടത്തുന്ന ആൾക്കാരുടെ ഒരു ടെൻഡൻസിയാണ്. വാസ്തവം ക്യാനിബാൾസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇതി അമീൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറയുന്നു. എനിക്കറിയില്ല. മനുഷ്യ ഹൃദയമായിരുന്നു, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമായിരുന്നു പറയുന്നത്. അങ്ങനെ കാടൻ സംസ്കാരമാണ് ഹമാസ് കാണിച്ചതെന്ന് പറഞ്ഞ് ഒരു തെറ്റുമില്ല അതിന്. അല്ല, ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇനി ആക്രമിക്കുമെന്നാണ്. ഇനി ആക്രമിക്കാൻ വല്ല ബാക്കിയുണ്ടോ അവിടെ ഗാസയിൽ? അല്ല, കരാറിലെ മുമ്പേ ട്രംപ് പറഞ്ഞൊരു കാര്യമാണ്, കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ തീർക്കും, ചുട്ടുകളയും. ചുട്ടുകളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനോട് ആക്രമിക്കാൻ അനുമതി കൊടുക്കുമെന്നാണ്. അങ്ങനെയല്ല സംഭവിക്കുക. കരാർ പാലിച്ചില്ലെങ്കിൽ അമേരിക്ക കൂടി നേരിട്ട് യുദ്ധത്തിലേക്ക് എത്തും. പിന്നെ തീരും, അവിടെ യുദ്ധം തീരും. ഒരൊറ്റ പാലസ്തീൻകാരനും ബാക്കി ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ മാത്രമേ യുദ്ധം തീരൂ. അവ അല്ലെങ്കിൽ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കും. പശ്ചിമേഷ്യ വീണ്ടും സമാധാനം നഷ്ടപ്പെട്ട പ്രദേശമായിട്ട് മാറും. അതാണ് ഈ തെറ്റാണ് ഈ ഹമാസ് ചെയ്തതെല്ലാം ഒരു രാജ്യത്തിനെ ന്യായീകരിക്കാത്ത തെറ്റുകളാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജനതയെ തന്നെ കൊല്ലുക, ഇസ്രായേലിലെ ആൾക്കാരെ ബലാത്സംഗം ചെയ്യുക, ബന്ദികളാക്കി കൊണ്ടുവരിക, എന്തൊരു തോന്നിയാസങ്ങളാണ് അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അവസാനം ഇപ്പോൾ കരാർ ലംഘിക്കുക, അതിൻ്റെ മഷി ഉണങ്ങും മുമ്പ് ലംഘിച്ചു, എല്ലാ ശവങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ തോന്നുന്ന ആ ഈജിപ്തിലെ മമ്മികൾക്കടിയിൽ കിടന്ന് തപ്പുവാണ് ശവങ്ങൾക്ക്. ശവം തികയുന്നില്ല, അതെല്ലാം അവർ ഭക്ഷിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര നരാധമന്മാരാണ് ഇവർ. എല്ലാം ഭക്ഷിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശവമില്ല ആവശ്യത്തിന്. കടാവർ എന്ന് പറയും, മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉണ്ടാവും അത്. ഇപ്പോൾ ഓരോ രാജ്യത്തും പോയി കടാവർ തപ്പിയെടുത്തുകൊണ്ട് വരിക, നിങ്ങളുടെ ശവമാണ്. ഇപ്പോൾ അങ്ങനെ തെളിയിച്ചു, 4 എണ്ണം കൊടുത്തു. 4 എണ്ണം കൊടുത്തതിൽ ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റാണ്. ഇസ്രായേലുകാരുടെ ആ ബോഡി അല്ലത്. ഒരു ടെസ്റ്റ് അവർ നോക്കി, അവർ ബുദ്ധിയുള്ളവരാണ്. അവർ നോക്കിയിട്ട് ഏതെങ്കിലും ശവം എടുത്തു കൊടുക്കും. അതൊരു ചതിയല്ലേ, കള്ളത്തരമല്ലേ, വഞ്ചനയല്ലേ. ഇതാണ് ഇവരുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആൾക്കാർ ചതി, പറയുന്ന വാക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ ഒപ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു വിഭാഗമാണെന്ന് അവർ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്കാണ് ഇവിടെ സപ്പോർട്ടും കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാർ. അവരുടെ വേഷവും തലയിൽ അണിഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്, എന്തൊരു വസ്ത്രമുണ്ടല്ലോ, ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് വെമ്മേ ബേബിയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ നമ്മൾ മധുര പാർട്ടി കോൺഗ്രസ്. എന്തെങ്കിലും ആട്ടെ, നമ്മുടെ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ചാണകമാണ്, ഫാസിസമാണ്, അത് ഹിന്ദു എന്താ പറയുന്നത്, ബ്രാഹ്മണിക്ക് ഹേഗമണി എന്നൊക്കെ പറയും. ഭാരതാംബയെ പോലും അവർക്ക് കണ്ടാൽ സഹിക്കില്ല. അപ്പം തന്നെ തുണി ഇടുന്നതിന് യാതൊരു കുഴപ്പമില്ല. തുണി ഇട്ട ഒരു സ്ത്രീ അവിടെ നിൽക്കുമ്പോൾ അത് കുഴപ്പമാണ്. ഷക്കീലയുടെയൊക്കെ പടമാണെങ്കിൽ കുഴപ്പമില്ല, ഗവർണറുടെ ഓഫീസ് രാജ്ഭവനിലൊക്കെ കൊണ്ടുവച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ പോയി കണ്ടിട്ട് വരും. എന്തൊരു സംസ്കാരമാണിത്. ഇവരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ മറ്റേ ഏറ്റവും പുതിയ സയൻറ്റിഫിക് ആയിട്ടുള്ള സോഷ്യലിസത്തിൻ്റെ ആൾക്കാരാണെന്നും പറഞ്ഞിട്ടാണ് അതിനെ പോയി. എന്നിട്ടൊരു അബദ്ധം പറ്റിയില്ല എന്ന് ആദ്യമായിട്ട് ബിനോയ് വിജയൻ ഭാരത് മാതാ കീ ജയ്, ഭാരതത്തെ മാതാവായിട്ട് കാണുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം? ഒരിക്കലുമില്ല. ഒരു രാഷ്ട്രം 16 കഷ്ണങ്ങളുള്ള ഒരു രാഷ്ട്രം, മീൻ ഇങ്ങനെ കഷ്ണമായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ആവോലിയൊക്കെ 16 കഷ്ണമായിട്ട് മുറിക്കാൻ പറ്റും വലുതാണ്. അതുപോലെ മുറിക്കാനുള്ള ഒന്ന്, അത്രേ ഉള്ളൂ, ചത്തമീൻ. അതുപോലെയാണ് ഭാരതത്തെ അവർ കണക്കാക്കുന്നത്. എന്നിട്ടാണ് ഭാരത മാതാക്കി. അപ്പോൾ അതിന് ജീവനുണ്ടോ? എനിക്കറിയാം, ബിനോയ് വിജയൻ വിശ്വസിക്കുന്നുണ്ടോ അതിലുണ്ടെന്ന്. ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്ത്യയുണ്ട്. നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചു ഇന്ത്യ എന്ന് പറയുന്ന ഈ വികാരത്തെ, അതുകൊണ്ട് അത് നിലനിൽക്കുന്നു. BJP ഉള്ളതുകൊണ്ട് നിലനിൽക്കുന്നു. BJPയെ നിങ്ങൾ ഭയക്കാൻ കാര്യം എന്താ? BJPയെ ഭയക്കാൻ കാര്യം, BJP വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ അഡ്രസ്സ് പോയി എവിടുന്ന്? ബംഗാളിൽ പോയി, ത്രിപുരയിൽ പോയി. BJP ഉള്ള ഏതെങ്കിലും സംസ്ഥാനത്ത് കമ്മ്യൂണിസത്തിൻ്റെ സ്ഥാനമുണ്ട്. ആ പേടി കൊണ്ടാണ് BJP ചാണകമാണ്. അവർ പറയുന്നത് ശരിയാണെന്ന് ഇവർക്കും അറിയാം, പക്ഷേ ചാണകമാണ്, സംഘിയാണെന്ന് പറയുന്നത് അവരുടെ മനോവിഭ്രാന്തിയാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ കാണില്ല. കേരളത്തിൽ BJP വന്നാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ അഡ്രസ്സ് കാണില്ല. ഒരു സംശയം വേണ്ട, അത് തൂത്തെറിയും, ഒട്ടും അവശേഷിക്കില്ല. അത് ആ പേടിയാണ് അവരെ BJP വിരുദ്ധരായിട്ട്, ഹിന്ദു വിരുദ്ധരായിട്ട് ഒരു പക്ഷേ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി യുദ്ധം വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഈ കെയർ ഓഫിൽ ഇനി ട്രംപിനൊരു നൊബേൽ സമ്മാനം വാങ്ങിക്കാൻ പറ്റില്ല, ആ ചാൻസും പോയിരിക്കുകയാണ്. അടുത്ത വർഷം കാത്തിരിക്കണം. അടുത്ത വർഷം കാത്തിരുന്നാലും ഇത് കിട്ടില്ല. കാരണം ആളുകളെ കൊന്നു കഴിഞ്ഞവന് പിന്നെ ഇല്ല, യുദ്ധം അവസാനിപ്പിച്ചു. അത് അതിനു മുമ്പ് അവസാനിപ്പിച്ചാൽ മതിയല്ലോ. ഒരു ദിവസത്തേക്ക് അവസാനിപ്പിക്കാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അല്ല, ഇനി എന്തായാലും ഒരു വർഷം ഇനി വരുമ്പോൾ അല്ല. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിനുള്ള നൊബേൽ സമ്മാനമാണ് കൊടുക്കേണ്ടത്. യുദ്ധത്തിനുള്ള നൊബേൽ സമ്മാനം അതാണ് കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നേരത്തെ ഉള്ള യുദ്ധം കുറച്ച് ഒന്നുകൂടി വഷളാക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. ഇപ്പോൾ സ്ഥിതിഗതികൾ മോശമായി, മനസ്സിലായി. ഇത്രയും തിരിച്ചടി കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഹമാസ് പഠിക്കാത്തത്? എന്താണ് ഈ സാധാരണക്കാരെ ജനങ്ങളെ ഇസ്രായേലിന് മുന്നിൽ ഇട്ടുകൊടുക്കുകയാണ് വീണ്ടും? ശ്രീജിത്തെ, അവർ ഈ ശവങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വല്ല സംവിധാനമുണ്ടോ അവർക്ക്? ഒന്നുമില്ല. ഇതെവിടെയെങ്കിലും കൂടെ കുഴിച്ചിട്ട് കാണും. വല്ല പട്ടികളോ നായ്ക്കളോ ഒക്കെ കഴിച്ച് തിന്ന് കാണുമെന്നേ. അവർക്ക് അതിലൊന്നും ഒരു മനുഷ്യത്വം എന്ന് പറയുന്നുള്ളവർക്കല്ലേ ഇതൊന്നും. ശവമാണ്, നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മളെ ഹിന്ദുക്കളല്ലേ ഈ ശവത്തെയൊക്കെ ഇങ്ങനെ ആദരിക്കുന്നത്, അല്ലേ? അവർക്കതൊന്നുമില്ല. ആ പോയെങ്കിൽ പോട്ട് എന്ന് പറഞ്ഞ് ചിലപ്പം അവിടെ എന്തെങ്കിലും കൃഷി ഉണ്ടെങ്കിൽ അതിന് വളമായിട്ട് ഇട്ട് കൊടുക്കുക, എല്ലുപൊടിയാകുമല്ലോ. അത്രയേ ഉള്ളൂ അവരുടെ മനുഷ്യത്വം എന്ന് പറയുന്നത്. ഞാൻ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം. മനുഷ്യജീവന് പുല്ല് വില കൽപ്പിക്കുന്നില്ല, മതത്തിന് മാത്രമേ അവർ വില കൽപ്പിക്കുന്നുള്ളൂ. ഏതെങ്കിലും ആൾക്ക് ഇത് നിഷേധിക്കാൻ പറ്റുമോ?
നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിഷേധിക്കട്ടെ. ബുദ്ധിയുള്ള നമ്മളെപ്പോലും തിരുത്താൻ കഴിവുള്ള പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്. അവർ തിരുത്തട്ടെ. ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? സത്യം പറയാൻ പലർക്കും നട്ടലില്ല, ധൈര്യമില്ല. അതാണ് പ്രശ്നം. ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകാരനും അതിന് ധൈര്യമില്ല. അല്ല, ഈ പലരും ചൂണ്ടിക്കാട്ടുന്ന ഈ പാലസ്തീൻ വിഷയത്തിൽ, ഗാസ വിഷയത്തിൽ മതമല്ല മണ്ണാണ് പ്രധാനമെന്നാണ്. അല്ല, മതമാണ് പ്രശ്നം. മണ്ണിൻ്റെ പ്രശ്നമേ അവിടെ ഉദിക്കുന്നില്ല. വെറും കാപട്യമാണ് പറയുന്നത്. മണ്ണാണ് പ്രശ്നം. മണ്ണുണ്ടല്ലോ അവിടെ, മര്യാദയ്ക്ക് ഭരിക്കുന്നുമുണ്ടല്ലോ അവിടെ. പാലസ്റ്റീൻ ലിബറേഷൻ അതോറിറ്റി ഭരിക്കുന്നുണ്ട് അവിടെ. ഗലാൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കുന്നുണ്ട് അവിടെ, ഗാസയുടെ ഒരു ഭാഗം. അതുപോലെ തന്നെ യെരുശലേമിൻ്റെ ഒരു ഭാഗം കൂടെ ചേർന്ന ഭാഗം ഭരിക്കുന്നത് പാലസ്റ്റീൻ ലിബറേഷൻ അതോറിറ്റിയാണ്. അവരുടെ പാർട്ടി പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അവരെ കൊന്നിട്ടാണ് ഈ ഗാസ ഹമാസ് പിടിച്ചെടുത്തത്. അവരെയും കൊന്നു. സ്വന്തം മതത്തിൽപ്പെട്ട പലസ്തീൻ വർഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊന്നു. എന്നിട്ട് നമ്മൾ ഈ PLO അല്ല ഇവിടെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികൾക്കാണ്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. കുറഞ്ഞത് അതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കിയിട്ട് വേണം. ആ യഥാർത്ഥ പാലസ്തീനികളുടെ ശത്രുക്കളാണ് ഈ ഹമാസ്. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ഐക്യദാർഢ്യം. ഹമാസിൻ്റെ ആളാണ് ഓൺലൈനിൽ സംസാരിച്ചത്. അവിടെയാണ് എനിക്ക് എതിർപ്പ്. ഇപ്പോൾ മഹ്മൂദ് അബ്ബാസിൻ്റെ ആ ഗവൺമെൻറ്റിനോടാണ് നമ്മുടെ കൂറെങ്കിലും ഐക്യദാർഢ്യമെങ്കിലും ഞാനത് പൂർണ്ണ മനസ്സ് അംഗീകരിക്കും. അങ്ങനെയല്ല. ആ മഹ്മൂദ് അബ്ബാസാണ് പറഞ്ഞത് ഗാസയിലെ ഹമാസുകളോട്, ഹമാസിന് പലസ്തീനിൽ സ്ഥാനമില്ല, നിങ്ങൾ പോകണം. പലസ്തീനിലെ സ്ത്രീകളും കുട്ടികളും പ്രകടനം നടത്തി. ഹമാസ് വിട്ടുപോവുക, ഞങ്ങളെ നരകിപ്പിക്കാതെ പ്രകടനം കണ്ടു. ഇതൊക്കെ ആരോർക്കുന്നു? സത്യത്തെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുകയാണ് ഇടതുപക്ഷ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം സ്ഥാപിത താല്പര്യത്തോട്, അതായത് അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദ മനസ്സുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനോട്. അല്ല, ഇനി വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവുക അറബ് രാജ്യങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അറബ് രാജ്യങ്ങളെല്ലാം അവരെ ശരിക്കും പറഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ഒബ്സർവേഷൻ ഇതാണ്: റണ്ണിങ് വിത്ത് ദി ഡോഗ് ആൻഡ് ഹണ്ടിങ് വിത്ത് ദി ടൈഗർ എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ് അവർ നടത്തുന്നത്. അതായത് വേട്ടപ്പട്ടിക്ക് ഒപ്പം ഓടുകയും ചെയ്യും, അതുപോലെ തന്നെ വേട്ടപ്പട്ടിക്കൊപ്പം ഓടുകയും ചെയ്യും, പുലിക്കൊപ്പം നിൽക്കുകയും ചെയ്യും എന്ന് പറയുന്നത് പോലെ. അത് അങ്ങനെയല്ല, പഴഞ്ചൊല്ലി വേറൊരു രീതിയിലാണ്. എങ്കിലും ഇതാണ് എൻ്റെ അഭിപ്രായം. രണ്ടു വശത്തുമായിട്ട് അവർ നിൽക്കും. പുലികൾക്കൊപ്പവും നിൽക്കും, പുലിയെ വേട്ടയാടാൻ പോകുന്ന നായ്ക്കൾക്കൊപ്പവും നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് അവർ രണ്ടും. പ്രത്യേകിച്ച് ഖത്തർ ആ രീതിയിലാണ് നിൽക്കുക. ഹമാസിനോടൊപ്പവും നിൽക്കും, മറ്റവരോടൊപ്പവും നിൽക്കും. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മധ്യസ്ഥത വഹിക്കാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് ഖത്തർ. സൗദി അറേബ്യയ്ക്കും ഒക്കെ ഒരു അറബിക് താല്പര്യമുണ്ട്, ഇസ്ലാമിക് താല്പര്യമുണ്ടല്ലോ. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അവർ പ്രത്യേകം തന്നെ ആ മതത്തിനുള്ള ചായ്വുകൊണ്ട് അവരങ്ങനെ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യത്വത്തെക്കാൾ പ്രധാന മതമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമാണത്. നമ്മളത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മതത്തിൻ്റെ ശാസനം ആ രീതിയിലാണ്. മതമാണ് പ്രശ്നം എന്ന് തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. നമ്മൾ അത് കേട്ടിട്ട് നമ്മൾ പറഞ്ഞാൽ അത് വർഗീയതയാണെന്ന് പറയേണ്ട. ഒരു മതവിശ്വാസം പുലർത്തുക എന്ന് പറയുന്നത് വർഗീയതയല്ല. പക്ഷേ ആ വിശ്വാസത്തെ കൊലപാതകമായിട്ട് മാറ്റുമ്പോൾ, അത് നടപ്പാക്കുമ്പോഴാണ് അത് വർഗീയതയുടെ വ്രണമായിട്ട് മാറുന്നത്. അത് അറബ് രാജ്യങ്ങൾ ചെയ്യുന്നില്ല. സൗദിയോ UAEയോ ഒരു രാജ്യവും ചെയ്യുന്നില്ല. അവർ മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്നു, കാരുണ്യത്തെ കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് അവരോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു കലയാക്കി കൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്, കൊലയാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്കൊരു ബഹുമാനമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.